Hi all, let us discuss about Kerala economy. നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് അല്ലേ. നാച്ചുറൽ ബ്യൂട്ടിയുടെ കാര്യത്തിലായാലും ബീച്ചസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫിൻ്റെ ക്വാളിറ്റി ആയാലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും ഹെൽത്ത് കെയർ ആയാലും മെഡിക്കൽ ഫീൽഡായാലും എല്ലാം തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതിൽ നമ്മളൊക്കെ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. കൊറോണേൻ്റെ കേസിലൊക്കെ കേരളം അതിജീവിച്ചത് അല്ലേ, ഒരുപാട് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഒത്തൊരുമയായ അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരള എക്കണോമി, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ കുറിച്ചിട്ട് നമുക്കിന്ന് പഠിക്കാം. about an overview of Kerala economy. Kerala is known as God's own country, as all we know, and it has natural beauty. Kerala is famous with many sun-soaked rivers, beaches, backwaters, evergreen forest, and numerous hill resorts. And the state stands second due to its world-class infrastructure and well-trained human resources pool in this state. It is the second largest state in the case of world-class infrastructure and well-trained human resources. However, the Kerala economy is not well developed like Maharashtra, Punjab, Tamil Nadu, etc. So the Kerala is the 11th largest economy in India. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലേ. നാച്ചുറൽ ബ്യൂട്ടി ആയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ആയാലും മെഡിക്കൽ ഫീൽഡായാലും ഒരുപാട് പ്രത്യേകത ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനം 11ാം സ്ഥാനത്താണ്. ഏതിൻ്റെ കേസിൽ? കേരള എക്കണോമിക്കലി ഡെവലപ്ഡ് ആയ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ കേരളം 11ാമതാണുള്ളത്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ an overview ഓഫ് കേരള ഇക്കണോമി. കേരള എക്കണോമിനെ കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് കേരള എക്കണോമിയിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. First one, while stating about Kerala economy, one of the important factors is that gross state domestic products, GSDP. It is the aggregate goods and services produced in the state during a particular year. അല്ലേ, നമ്മുടെ GDP പറഞ്ഞു ഒരു കൺട്രിയിൽ ഒരു വർഷത്തിലാകെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സം ടോട്ടലാണെന്ന് GDP. അതുപോലെ തന്നെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അഗ്രിഗേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ അഗ്രിഗേറ്റ് ആണെന്ത് GSDP എന്ന് പറയുന്നത്. സോ വെൻ കമ്പയർഡ് ടു സം സ്റ്റേറ്റ്സ് കേരള GDP ഈസ് ലോ ബട്ട് ഇറ്റ്സ് എബോവ് ഇന്ത്യൻ ആവറേജ്. വൈൽ കമ്പയറിംഗ് ദ കേരളാസ് GSDP ഇറ്റ് ഈസ് വെരി ലോ ബട്ട് ഇറ്റ് ഈസ് ദ എബോവ് ഇന്ത്യൻ ആവറേജ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലത്തെ GDP എന്ന് പറയുന്നത് കുറവാണ്. എന്നിരുന്നാലും അത് ഇന്ത്യൻ ആവറേജിനേക്കാളും കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം. About 2.8% of India's population is residing in Kerala, but its economy contributes nearly 4% to the Indian economy. Thus, its per capita income is 60% higher than India's average. കേരളത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2.8% ആൾക്കാരും ഉള്ളത് കേരളത്തിലാണ്. ആൻഡ് കേരള എക്കണോമിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ കേരള എക്കണോമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പെർ ക്യാപിറ്റ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 4% ആണ്.
അതുപോലെ തന്നെ ഇന്ത്യൻ ആവറേജിനേക്കാളും പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യൻ ആവറേജിനേക്കാളും 60% കൂടുതലാണെന്ത് പെർ ക്യാപിറ്റ ഇൻകം, കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചർ. Kerala is traditional and agricultural state. Nearly 50% of the state's population depends upon agriculture, and it is a leading agricultural state in the country. It is the largest producer of rubber, pepper, coconut, tapioca, and kaya. കേരളത്തിലെ ഏകദേശം പകുതിയിലധികം ആൾക്കാരും അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ. കേരളത്തിൻ്റെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ തന്നെയാണ് ഇത് കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെപ്പർ, കുരുമുളക് ഉണ്ടാക്കുന്നത്, റബ്ബർ, അതുപോലെ തന്നെ കോക്കനട്ട്, ടാപ്പിയോക്ക, കപ്പ, അതുപോലെ കയർ വ്യവസായമൊക്കെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരള സംസ്ഥാനം. The other crops produced in Kerala are rice, tea, coffee, cashew, etc. And Kerala is a land of spices, and large variety of spices are grown in this state. The important spices includes ginger, cardamom, nutmeg, turmeric, vanilla, etc. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്? ഏലം, ഇഞ്ചി, മഞ്ഞൾ, വാനില, ഇതൊക്കെ കേരളത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്ട്സാണ്. ദെൻ industry. In the case of industry, Kerala is industrially backward. അത്രക്കൊന്നും ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ബാക്ക്വേർഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രി. There are no basic or key manufacturing industries in Kerala. However, there are few big industries like Cochin Shipyard in Cochin is the largest shipbuilding in India. The Cochin Refinery is a public crude oil refinery in the city of Kochi. And the Aluva is the largest industrial belt in Kerala. And there are more than 247 industries are there in Aluva industrial belt. ഇൻഡസ്ട്രീൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളെയും പോലെ നമ്മുടെ സംസ്ഥാനത്ത് അത്രത്തോളം വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡാണ്. എന്നാലും കുറച്ച് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഉള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഫെസിലിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ ആലുവാസ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ബെൽറ്റ്. ആലുവയിലാണ് കൂടുതൽ ഇൻഡസ്ട്രീസ്. അബൌട്ട് 247 ഇൻഡസ്ട്രീസ് ആർ ദെയർ ഇൻ ആലുവ. And Kerala has traditional industries like handloom, cashew, kayar and handicrafts. കേരളത്തിൽ അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഖാദി ഇൻഡസ്ട്രീസ് അല്ലെ, ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്, കൈത്തറി ഇൻഡസ്ട്രീസുകളുണ്ട്. അതുപോലെ കാഷ്യൂ, കയർ ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസൊക്കെ കേരളത്തിലുണ്ട്. ദെൻ ഇൻ ദി കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, network, Kerala provides high international connectivity and instant data transfer facilities. Investment bases such as Technopark, etc. will provide efficient communication networks in Kerala. ഇൻഡസ്ട്രിയൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കേരളത്തിൽ അല്ലേ. നമുക്കറിയാം ടെക്നോ പാർക്ക് ഉണ്ട് തിരുവനന്തപുരത്ത്. അതൊക്കെ വഴി എന്താ മാക്സിമം
കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ Technoparks helps to or which offers global information links that are quite inexpensive, and it is also safe coverage giving super global connectivity at unbelievably low rates. And in case of infrastructure facilities, the public transport system in the state consists of government buses, private buses, taxis, and auto rickshaws. Almost every nook and corner of the state is connected by road network. Three national highways are there in Kerala, mainly NH47, NH17, and NH49. And there are around 300 railway stations in Kerala and 101 train services connecting the states to almost all major cities of India. കേരളത്തിൽ മെയിനായിട്ടും ട്രാൻസ്പോർട്ടേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേരള പബ്ലിക് ബസ് ഉണ്ട് അല്ലെ, കെ എസ് ആർ ടി സി പോലുള്ള ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് അവൈലബിൾ ആണ്, ടാക്സീസ് ഉണ്ട്, സാധാരണക്കാരുടെ വേണ്ടി ഓട്ടോറിക്ഷകൾ അവൈലബിൾ ആണ്. അതുപോലെ കേരളത്തിൻ്റെ എല്ലാ കോർണറിനെയും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ബന്ധിപ്പിച്ചുകൊണ്ടുവന്നുണ്ട് റോഡ്സും അവൈലബിൾ ആണ്. നാഷണൽ ഹൈവേ 3 നാഷണൽ ഹൈവേസ് കേരളത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. NH47, അതുപോലെ തന്നെ NH17, അതുപോലെ തന്നെ NH49 കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കേരളത്തിൽ മാത്രമായി 200 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അതിൽ 101 ട്രെയിൻ സർവീസസ്, ട്രെയിൻ കണക്ടിവിറ്റികളുണ്ട്. ആൻഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് അവൈലബിൾ ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊല്ലം. വെള്ളത്തിൽ കൂടിയുള്ള സർവീസ് മെയിൻലി കൊല്ലം, ആലപ്പുഴ, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളം ഇവിടെയൊക്കെ ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് some area the boats are used for public transportation. Here there are 4 international airports in Kerala, like namely Trivandrum, Kozhikode, then Kochi, and now Kannur International Airport. 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് കേരളത്തിൽ. ഇതൊക്കെ കൂടിയാണ് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. Then in case of energy, with a view to achieve self-sufficiency in power, thermal power is now being exploited. India's largest floating solar power plant was set up in Banasura Sagar Reservoir in Wayanad. India's first solar ferry used for public transport, Aditya, is operating in Kerala. And the Cochin International Airport is the first airport in India that runs entirely on solar power. എനർജിയുടെ അല്ലെങ്കിൽ പവറിൻ്റെ കേസിലെടുത്ത് നോക്കിയാലും നമ്മുടെ കേരളം ഒരിട്ടും പിറകിലല്ല. ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്, വയനാട്ടിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് സോളാർ ഫെറി പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്തത് ആദിത്യ അല്ലേ, അതും കേരളത്തിലാണ് ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ദെൻ സോളാർ പവർ യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സോളാർ പവർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതൊക്കെ കൊണ്ട് എനർജിയുടെ കാര്യത്തിലും കേരളം മുൻപന്തിയിലാണ്. ദെൻ in tourism sector also Kerala have a leader or leading state. Kerala is one of the few states to have marketed its natural beauty successfully to the leisure tourism sector also. ടൂറിസം വഴി അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി ഉപയോഗിച്ചുകൊണ്ട് കേരളം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ്. എങ്ങനെ ടൂറിസത്തിന് സപ്പോർട്ട് ചെയ്ത്. The state's unique heritage and cultural diversity have helped to attract tourists from the world over.
And the BBC Travel Survey has rated Kerala as the top favorite tourist destination among the foreign travelers. ഫോറിൻ ട്രാവലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. BBC ട്രാവൽ സർവേ പ്രകാരം ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റാണിത് കേരളം. കേരളത്തിൻ്റെ മെയിൻ പ്രത്യേകത പറയുന്നത് എന്തൊക്കെയാണ്? മൂന്നാർ, നെല്ലിയാമ്പതി, വയനാട്, പൊന്മുടി തുടങ്ങിയ ഹിൽ സ്റ്റേഷൻസാണ്. അതുപോലെ തന്നെ കോവളം ബീച്ച്, വർക്കല ബീച്ച്, ചെറായി, കോഴിക്കോട് ബീച്ച്, ഇതൊക്കെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ബീച്ചസാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സെൻറ്റേഴ്സ് ലൈക്ക് ഫോർട്ട് കൊച്ചി, കാപ്പാട്, ആൻഡ് നാഷണൽ പാർക്സ്, ഡിഫറെൻറ്റ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് സച്ച് ആസ് പെരിയാർ and Itavirikulam National Park, etc. also attracts the foreigners to our state. And in case of unemployment, one of the crucial problem of Kerala economy is the increasing unemployment and underemployment. Kerala is fourth in unemployment in India. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അല്ലേ. ഇന്ത്യയിൽ തന്നെ 4ാമതാണ് കേരള സംസ്ഥാനം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. കേരള എക്കണോമി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ദെൻ പോവേർട്ടി. ആസ് കമ്പയർഡ് ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദ പോവേർട്ടി റേറ്റ് ഈസ് ലോ ഇൻ കേരള. പോവേർട്ടി റേറ്റ് മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണെന്ന് പറയാം. നെക്സ്റ്റ്, എക്സ്പോർട്സ്. ടോട്ടൽ മെർക്കൻഡൈസ് എക്സ്പോർട്സ് ഫ്രം ദ സ്റ്റേറ്റ് stood about the export stood like mainly cash crops or the main item, or the most of the exports from Kerala are cash crops. ക്യാഷ് ക്രോപ്സ് ആണ് കൂടുതലും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ അല്ലേ, കോക്കനട്ട്, ദെൻ റബ്ബർ, ഇതൊക്കെയാണ് ക്യാഷ് ക്രോപ്സ്. ദെൻ ഫോറിൻ റെമിറ്റൻസ്. Kerala economy is largely depend on foreign remittance. 1 out of 6 employed Keralites now works overseas. Around 30 lakh Keralites are working abroad, mainly in Gulf countries. കൂടുതലും ഫോറിൻ കറൻസീസ് കേരളത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. 6 പേരിൽ ഒരാളും നമ്മുടെ ഇടയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ആൾക്കാരിൽ ഒരാൾ പുറത്തുള്ളവരാണ്, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ഫോറിൻ റെമിറ്റൻസ് കേരളത്തിലേക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഫോറിൻ കറൻസീസ് കേരളത്തിന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ കൊറോണേൻ്റെ ഭാഗമായിട്ട് കുറേ പേര് പുറം രാജ്യത്തു നിന്നും ഗൾഫ് രാജ്യത്തു നിന്നൊക്കെ ജോലിയൊക്കെ പോയി കേരളത്തിലെത്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. And in case of debt, the state's debt was estimated at 35.53% of GDP in 2013. The debt of Kerala is also there. Then FDI, foreign direct investment, is according to Department of Industrial Policy and Promotion during 2000 to December 2018, FDI inflows to Kerala including Lakshadweep also. FDI പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ക്യാപിറ്റലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെഷീൻസ് ആയിട്ടായിരിക്കാം, ടെക്നോളജി ആയിട്ടായിരിക്കാം. എന്നിരുന്നാലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. Then in case of minerals,
Kerala has large deposits of heavy minerals, sand in the form of monazite, ilmenite, thorium, rutile, zirconium, etc. There are two titanium-based industries, the Travancore Titanium Products Limited and Kerala Minerals and Metals Limited are there. The state has large deposits of china clay, mainly concentrated in Thiruvananthapuram and Kollam and Kasaragod district, and the deposits of graphite, silica, and limestone are considerable in the state. However, mineral sand and china clay contribute 90% of the total value of mineral production in the state. മിനറൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മിനറൽസും ഒരുപാട് ധാതുക്കൾ എവിടെയുണ്ട്, കേരളത്തിലുണ്ട്. മെയിൻലി ചൈന ക്ലേ ഏകദേശം 90% മിനറൽ കോൺട്രിബ്യൂഷനിൽ ചൈന ക്ലേ ആണ്. മെയിനായിട്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും കാസർഗോഡും ചൈന ക്ലേ സുലഭമാണ്. ദെൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. Kerala has the highest number of state-owned enterprises spread over sectors including electrical എന്താണ്, KSCB ഉണ്ട്, ഇലക്ട്രോണിക്സ് കെൽട്രോൺ ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സെക്ടേഴ്സിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട് ഒരുപാട്. So, a strong foundation for the development of small, medium and large scale industries in the state have set up by using the public sector undertakings. So these are briefly about what is Kerala economy or an overview of Kerala economy.